കണ്ടോ അടിപൊളി സ്ട്രോബെറി കണ്ടോ ഗൈസ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്ന് ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫാമിൽ നിന്നാട്ടോ. ഇത് നമ്മളിന്നുള്ളത് ലോട്ട്മെറ്റ് ഫാമിലാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ബെറി പിക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് വലിയ ആൾക്കാരില്ല കേട്ടോ. വലിയ ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ പറിക്കാം. പക്ഷെ ഒന്നും കാണുന്നില്ല. ഇത്തവണ സ്ട്രോബെറിയുടെ എണ്ണമൊക്കെ വളരെ കുറവാട്ടോ. പിന്നെ സൈസും വളരെ ചെറുതാണ്. കാരണം ഞങ്ങൾ കുറേ ലേറ്റായി പോയിട്ട് വന്നപ്പോൾ. ഇച്ചിരി നേരത്തെ വരുമായിരുന്നെങ്കിൽ ഒരുപാട് പറിക്കായിരുന്നു. ഒരുപാടുണ്ട് കണ്ടു ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. നമ്മുടെ ആമയും മിന്നും കൂടെ ഓരോന്നോരോന്ന് പച്ചയൊക്കെ പറിച്ച് കയ്യിൽ പിടിച്ചോണ്ടുണ്ട്. എന്ത് കാണിച്ചേ? ഞാൻ പറിച്ചത് നോക്ക്. കണ്ണിക്കുരുവിനല്ല കുന്നിക്കുരുവിൻ്റെ അത്രേ ഉള്ളൂ. എന്തേ എന്നാ എന്നാ പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ വന്നേ. കുറച്ചേ ഉള്ളെങ്കിലും പെണ്ണിന് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ അടിപൊളി സ്ട്രോബെറി കണ്ടോ ഗൈസ്. നോക്കട്ടെ ഇതേ കണ്ടോ. ഭാഗ്യത്തിന് പെണ്ണ് ഇവിടുന്ന് തിന്നുന്നൊന്നുമില്ല കേട്ടോ. സാധാരണ പറിച്ച് അപ്പോഴേ വായിലിടണ്ടേ. അതെ സോറി കേട്ടോ ആമി, അത് വായിലിടല്ലേ. നമുക്ക് അവിടെ പോയിട്ട് ബില്ല് ചെയ്തിട്ട് പറിച്ച് തിന്നാട്ടോ. എനിക്ക് ആകെ കിട്ടിയതാണ് ഇതിനകത്ത് കിടക്കുന്നത്. അത് ഞാൻ പറിച്ചതല്ലേ? അല്ല, ഇത് ഞാൻ പറിച്ചതാ. അപ്പൊ ഞാൻ പറിച്ചത് അല്ല, ആമി എടുത്ത് ആമിയുടെ. ഓക്കെ എന്നാമി മമ്മിക്ക് എത്ര കിട്ടി? രണ്ടെണ്ണോ? ഒരു കണക്ക് പറഞ്ഞാൽ നല്ലതാട്ടോ. വലിയ പൈസ പോയി. ഇല്ലെങ്കിൽ വലിയ പൈസ ആയാലും ഇവിടെ നമുക്ക് പറിക്കാനുള്ള ആവേശം കൂടിയാണ്. നോക്കട്ടെ ആമി, ഇത് കണ്ട ഏറ്റവും കൂടുതൽ പറിച്ചേക്കുന്ന ആമി കേട്ടോ. അത് കണ്ടില്ലേ? ഇഷ്ടായോടി ആമി? ആമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാടാ ഇത് അല്ലേടി? പറഞ്ഞ എന്തേലൊക്കെ ആമി അതിന്റെ ആമിക്കാണല്ലോ ഇപ്പൊ അതിന്റെ ഉത്തരവാദിത്തം. അതിന്റെ ഇതില് നിക്കുവാ. ഞങ്ങൾ ഇത്തവണ ഇത്രേ പറിച്ചിട്ടുള്ളൂ കേട്ടോ. അധികം പറിക്കുന്നില്ല. കാരണം ചെറിയ സ്ട്രോബെറി ആണ്. മാത്രമല്ല അധികം കളക്ഷൻ ഇല്ല പറിക്കാനായിട്ട്. അപ്പൊ നമ്മളെ കിട്ടിയത് കൊണ്ട് പോവാണ്. ഇപ്പൊ നമ്മൾ ഇനി തിരിച്ചു പോവാട്ടോ. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇനി അടുത്ത ടൗൺ ഗാർഡൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോവാം. അവിടെ ഇപ്പൊ റോസിന്റെ സീസൺ ആണ്. അപ്പൊ ചിലപ്പോൾ നല്ല അടിപൊളി. കഴിഞ്ഞ 2 തവണ പോയപ്പോഴും അവിടെ റോസ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് അത് ഏത് പൂവാന്നറിയാൻ ഒരു ആകാംക്ഷ അല്ലേ. ഇവിടെ നിന്ന് 2 ഐസ്ക്രീം മേടിച്ചിട്ട് പോകും. സ്കോട്ട്ലൻഡിൽ നിന്ന് വന്നതിന്റെ കരിവാളിപ്പ് ഒന്ന് മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും കറുത്ത് കരിവട്ടയാവൂല്ലേ? 26 ഡിഗ്രി സെൽഷ്യസ്. എനിക്ക് പിന്നെ പേടിയൊന്നുമില്ല. എന്റെ കമ്പനി കളർ ഇതായതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല. ഇതില്ലേ 40 ഡിഗ്രിയുടെ ചൂടാ ഫീൽ ചെയ്യുന്നത് അല്ലേ? ഫീൽ ലൈക്ക് 40 ആണെന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ പറഞ്ഞ കേട്ടോ, നോക്കിയിട്ടില്ലേ. പപ്പയ്ക്ക് അത്രയും ഒരു ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ? നാട്ടില് 40 ഡിഗ്രി 30 ഡിഗ്രി ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ 20 ഡിഗ്രി ഉള്ളൂ. വേർത്തില്ല, ചെറിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മള് ഗൂസ്ബെറി പറിക്കാൻ പോയിട്ട് കിട്ടിയില്ല. എവിടെയാന്ന് കാണാൻ പറ്റിയില്ല. എത്രയോ നടക്കണമായിരുന്നു. പിന്നെ വെയിലായതുകൊണ്ട് നമ്മൾ നടക്കാൻ നിന്നില്ല. പക്ഷെ ഇവിടെ ഫാമിൽ ഇവർ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് മേടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അതെ, പക്ഷെ ഒരു മുന്തിരിങ്ങയുടെ ഒരു സോഫ്റ്റ്നെസ് അല്ലേ. കഴിച്ചു നോക്കാം. ഞങ്ങളിപ്പോ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. കരീബിയൻ കോക്കനട്ട് ഐസ്ക്രീം ഒക്കെയാണ് മേടിച്ചത്. ടെൻഡർ കോക്കനട്ട് മോഡലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് മേടിച്ചു. പക്ഷെ ശരിക്കും തേങ്ങ. ഇവിടെ ഒരാൾ നോക്കിയേ എന്റെ ഐസ്ക്രീം മേടിച്ച് കൈ പിടിച്ചു. അവളത് നിനക്ക് വേണ്ടേ? ഇത് ഞാൻ തൽക്കാലം ഡാഡി ഇപ്പൊ തിന്നെ. ഇത് പപ്പ തിന്നണോ? ഓക്കെ. ഗൂസ്ബെറി തിന്നു നോക്കി. നമ്മള് നാട്ടിലൊരു പച്ച സാധനം പേര് എനിക്കറിയത്തില്ല. അതിനൊരു ടേസ്റ്റ് പോലെ ഉണ്ട്. മധുരവും പുളിയും ഒക്കെ ആയിട്ട് രസമുണ്ട്. ഐസ്ക്രീം ഇഷ്ടായോ നിനക്ക്? എന്നെ പറ്റിയേ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എന്നെ പറ്റിയേ മറിഞ്ഞു പോയോ? വേഗം തിന്നണം, ഇല്ലേ മറിഞ്ഞു പോവും. നല്ല നട്ടപ്പാതിര വെയിലാട്ടാ. അപ്പം നമ്മുടെ ഇത് ലോഡ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സ്ട്രോബെറിയും ഗൂസ്ബെറിയും ലോഡ് നിറച്ചിട്ടാ. പോപ്പി സീഡ് എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ സാധനം കിട്ടി കേട്ടോ. എന്നെ പറ്റിയടാ, എന്നെ പറ്റി. ഇതിന്റെ മുഖം ഒന്നും കൊണ്ട് കഴിച്ചുകൂടാ നിനക്ക് അവിടെ നിന്ന്. ഞങ്ങളിപ്പോ ടൗൺ ഗാർഡനിലാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോ നമ്മള് റോസാപ്പൂ കാണാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുവാണ്. ആമി ഇതേ നമ്മുടെ അണ്ണാൻകുഞ്ഞിനെ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. ആമി അതിന്റെ ഇടയ്ക്ക് 2 ഒരുപാടെണ്ണുണ്ട്. എല്ലാം ചെറിയ നമ്മൾ സൗണ്ട് ആക്കുമ്പോഴത്തേക്ക് ഓടി ഓടി വരുന്നുണ്ട് അല്ലേ.
ഹലോ എന്ന് പറഞ്ഞേ. ആട്ടല്ല നീ ആട്ടല്ല. എന്നാടാ പേടിയാണോ? സൗണ്ട് ഇവിടെ എല്ലാം എന്തെങ്കിലും നോക്കണം. അങ്ങനെ നമ്മൾ ടൗൺ ഗാർഡനിൽ വന്നപ്പോൾ ഇതേ ഇത്തവണ വന്നില്ലായിരുന്നു. എന്തായാലും നഷ്ടമായി പോയത് കേട്ടോ. എന്ത് കളർ പൂക്കളാണെന്നറിയാം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് കളേഴ്സ് വരെ ഉണ്ട് കേട്ടോ. ഈ റെഡൊക്കെ കാണാൻ അടിപൊളിയുണ്ട്. ഇതിന്റെ അടുത്ത് വരുമ്പോ സ്മെല്ലോ എൻ്റെ അമ്മേ. ഞാൻ കുറെ വെറൈറ്റി പൂക്കൾ കാണുന്നു ഇവിടെ വന്നിട്ടാ. ഇപ്പൊ ഇത്രയും റോസിന്റെ വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല. റോസാ ചെടികളൊക്കെ ഇഷ്ടമുള്ളവർ ടൗൺ ഗാർഡനിലേക്ക് വന്നോ കേട്ടോ. ഇവിടെ ഇപ്പോൾ അത് നോക്കി ഫുള്ള് റോസ പൂത്ത് നിൽക്കുവാണ്. എനിക്ക് ഭയങ്കര സംഭവം പോലെ തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ. ഒരു സ്ഥലം കാണിച്ചു തരാവേ. ഇത് നോക്കിയേ, എൻ്റെ ബാക്കോട്ട് നോക്കിയാട്ടെ. എന്ത് രസമല്ലേ. നമ്മൾ വീട്ടിൽ കുറച്ച് റോസാ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അതും ഇതേപോലെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു മണം എന്നാ മണം അറിയാം, പനിനീർ മണം. ഞാൻ കുറേ തവണ പറഞ്ഞെന്നറിയാം, എക്സൈറ്റ്മെൻറ്റോട് പറയുന്ന കേട്ടോ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു ക്ലോക്ക് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട് പണ്ടത്തെ. ഇതെങ്ങനെ ഇതിൻ്റെ സമയം നോക്കുന്നത് നമുക്കറിയില്ല. ഇവിടെ ഇവരിത് സെല്ല് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിലല്ലോ എന്താണെങ്കിൽ നല്ല ചൂടപ്പം പോലെ വിറ്റു പോകും. കാരണം നമുക്ക് ഇവിടെ നിൽക്കുന്ന ഈ വെറൈറ്റി കളർ കാണുമ്പോൾ തന്നെ ഇത് മേടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കും. കാരണം അതല്ല, കളറാ. ഇതിന് മണം നോക്കട്ടെ നീ, എന്തും മണമല്ലേ ഇത് നോക്കി. ഇതുണ്ടോ പല കളറുണ്ട് കേട്ടോ ഇവിടെ. ഒറ്റ ഒരു പൂവാണിത്, താമര പോലെ ഉണ്ടല്ലേ. നോക്കിയാ എൻ്റെ കയ്യിൽ കൊള്ളത്തില്ല, അത്രയും വലുത്. കണ്ടത് മമ്മിയും പപ്പയും ആകെ ഞെട്ടിങ്ങി നിൽക്കുക. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും പൂവ്? ഞാനും കണ്ടിട്ടില്ല. അതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് പൂവ് കാണുന്നത്. റോസിന്റെ മണം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ. നമ്മളെ നാട്ടിലെ റോസാപ്പൂവിന്റെ മണം അല്ല ഇതിന്. ഇത് പനിനീർ ഇതിന്റെ മണം. അങ്ങനെ ഞങ്ങളൊരു ചെറിയ പിക്നിക് ചെയ്യാൻ പോവാ ഇപ്പം അല്ലേ. പിക്നിക്കിന് കഴിക്കാനൊന്നുമില്ല, നമ്മളിങ്ങനെ ഇരുന്നു എല്ലാരും. പൂക്കള് കാണാനല്ലേ. അതെ, ഇവിടെ നമ്മള് ചെറിയ ബ്ലോസം കാണാൻ വന്ന സെയിം പാർക്കാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ വേറെ 41ാമത്തെ വീക്ക് തൊട്ട് ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ 3 വയസ്സായി. ആമിയാ അതെങ്ങനെ 41ാമത്തെ വീക്കില നമ്മളിവിടെ ഗർഭിണിയായപ്പോ വന്നില്ലേ. ഗർഭിണിയായിരുന്ന ടൈമിന് വന്നായിരുന്നു. ഇപ്പൊ ഇരിക്കുന്നു. എന്തോ ഏത് ഏതാ കാണണ്ടേ? ഇത് ഇപ്പൊ അവളെ കുറിച്ച് പറഞ്ഞറിഞ്ഞപ്പോ ഇച്ചിരി ഇതായതാ. കണ്ടു. നീ വീഡിയോ പറഞ്ഞേ. ഹായ് ഗായ്സ്, പൂക്കളൊക്കെ കണ്ടു ഗായ്സ്. നീ വെച്ചേ നഗിയൊക്കെ വെച്ചിട്ട് മാറ്റ്. നിക്കറ് ചെറുതായി പോയി. ഒന്നെങ്കിൽ ആമിക്ക് ചെറിയ നിക്കർ അല്ലെങ്കിൽ വലിയ നിക്കർ. ആമിയുടെ സൈസിനൊക്കെ നിക്കറില്ല അല്ലേ ആമിക്കുട്ടി? എന്തോ ഇങ്ങനത്തെ നിക്കറൊന്നും ഇടിക്കണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാനാ, സാഹചര്യത്തിനനുസരിച്ച് കുട്ടി നിക്കറ വിട്ട് നടക്കുക വേണ്ട. നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചാലോ? നീ പോയി മേടിച്ചിട്ടോ? അബി പോയി മേടിച്ചിട്ട് എന്നാ വാ, അബിയും കൂടി വാ. നമുക്ക് പോയിട്ട് എന്താ മേടിക്കുന്ന? കോഫി ലാത്ത മേടിച്ചാലോ? എന്റെ അമ്മ ഈ ചൂടത്തിന് ലാറ്റ കുടിക്കാത്തതിന്റെ കുഴപ്പം. എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അപ്പനും മോളും കൂടെ മുന്നിൽ ഓടുന്നുണ്ട്. ഇനി ഇവിടെ ഒരു വരത്തും കൂടെ വരേണ്ടി വരും. എന്തിനാന്നറിയാമോ? ഡാലിയ കാണാൻ. എന്നാലും പല കളർ ഇങ്ങനെ നിൽക്കുന്ന രസമായിരിക്കും. ഇവിടെ കണ്ട കൊറേ പേര് പിക്നിക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ സോസേജ് റോളും ബേക്കൺ റോളൊക്കെ മേടിച്ച് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അതുപോലെ കോഫി ലാറ്റയും മേടിച്ചു കേട്ടോ. ആമിക്കൊരു മിൽക്ക് ഷേക്ക്. എനിക്ക് ചൂടത്ത് കുടിക്കാൻ പറ്റുന്നില്ല കോഫി. നമ്മള് മാത്രല്ല കേട്ടോ, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളെ മാത്രമേ കാണിച്ചു തരുള്ളൂ അല്ലേ. ഞങ്ങള് നേരത്തെ എത്തിയെന്നുള്ളൂ. വിശ്രമമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ആമിപ്പെണ്ണത് ഉറങ്ങി. കണ്ണ് തുറന്ന് ഉറങ്ങിയ പോലെ അഭിനയിക്കും കേട്ടോ. അതെ, അപ്പൊ നമ്മളൊക്കെ വീണ്ടും ഈ റോസിന്റെ ഇടയിലൂടെ തന്നെ പോവാന്ന് വിചാരിച്ചു തിരിച്ചല്ലേ. അപ്പൊ നമ്മള് തിരിച്ച് ഈ റോസിന്റെ ഇടയിൽ കൂടെ തന്നെ പോവാന്ന് വിചാരിച്ചു കേട്ടോ. എത്ര വെറൈറ്റി കളേഴ്സ് ആണല്ലേ.
ഡ്രോൺ വേണമായിരുന്നു ഇവിടെ. അതാകുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അങ്ങ് പറത്തി അടിപൊളി വിഷ്വൽ എടുക്കുമായിരുന്നു അല്ലേ? ഇതിൻ്റെയൊക്കെ ഒരു തൈ ഇവിടെ ഇവർക്ക് എന്താ വിൽക്കാൻ വെച്ചുകൂടെയോ? ഇതിൻ്റെയൊക്കെ ഓരോ തയ്യേ നല്ലോണം വിറ്റ് പോയേനെ. ആരെയാ നമ്മളൊരു തവണ മേടിക്കുമല്ലേ? നല്ലോണം വിറ്റ് കൂടി. എത്ര രൂപയാണെന്നറിയോ? 30 പൗണ്ടൊക്കെയാ ഒരു. അതെ അതെ. അസ്ഡേലും അവിടെയൊക്കെ വിൽക്കാൻ വെച്ച് കണ്ടിട്ടില്ലേ? പക്ഷെ അതിനുള്ള ഉണ്ട് കേട്ടോ, കൊടുക്കുന്നതിനുണ്ട്. കാരണം ഇത് പൂ പിടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം 1-2 മാസം പൂ. നമ്മുടെ വീട്ടിൽ തന്നെ ബാക്ക് യാർഡിൽ നിൽക്കുന്ന 2 മാസത്തോളായി ഫുൾ ടൈം പോവാ. അതെ, മാറി മാറി വന്നോണ്ടേ ഇരിക്കും. ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയ പാടെ ഇതെല്ലാം കഴുകി തീറ്റ തുടങ്ങി ഞങ്ങൾ. ഇതിനെനിക്ക് ഞാൻ പറഞ്ഞ സാധനത്തിന് അരിനെല്ലിക്കാന്നാണ് കേട്ടോ. ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ അതിൻ്റെ പേരും ഗൂസ്ബെറി തന്നെയാണ്. എനിക്കിതുവരെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കുഴപ്പമില്ല, ആമിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ല ആമി? പുളിയാ, പുളി. സമയം ഇപ്പൊ 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ആമിക്ക് പാർക്കിൽ പോണെന്നും പറഞ്ഞ് ആമിയുടെ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങിയേക്കുവാ. ഇതിനെന്നെ പറയുന്നത് ചായ സൈക്കിളിൽ തന്നെയല്ലേ? കാണിക്ക് നോക്കട്ടെ, ആമിക്ക് അറിയോ നോക്കട്ടെ. മിടുക്കി. ഈ ഒരു ഏരിയയിലാട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ വീട് അങ്ങ് കാണുന്നതാണ്. എനിക്ക് ഇവിടെ ഒരുപാട് വീടുകൾ ഇഷ്ടമാട്ടോ. എല്ലാം ഇങ്ങനെ ഒരു സെമി ഡിറ്റാച്ച്ഡ് വീടുകളാണ് അല്ലേ? നല്ല രസമാണ്, നല്ല ഏരിയകളും. അതുകൊണ്ട് എൻ്റെ ബാക്കിൽ കാണുന്ന വീടൊക്കെ അടിപൊളിയാട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. അതാണ് വേറൊരു ഹൈലൈറ്റ് അല്ലേ? നമുക്ക് വണ്ടി 2-3 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ബാക്കിൽ അത്യാവശ്യം നല്ല വലിയ ഗ്യാരേജ് ഉണ്ട്. അപ്പോൾ നല്ല ഒരു ഏരിയ, നല്ല സ്ഥലങ്ങൾ. പക്ഷേ ഇവിടെ വീട് വിൽക്കാനൊന്നും ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. ഇതേ നമ്മുടെ ഈ പാർക്കിൻ്റെ ഇവിടെ ഒരുപാട് ആപ്പിൾ നട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതുണ്ട്, ആപ്പിൾ പിടിച്ചു കിടക്കുന്നുണ്ടാ. ചെറിയ മരം, ചെറിയ തൈ. അതിനകത്ത് എത്രയാ നോക്കി, നിറയെ ഉണ്ടല്ലേ? അത് വൈറ്റ് കളർ ആപ്പിളാണേ. വേണ്ട, ഇത് വൈറ്റ് കളർ ആപ്പിൾ. പച്ച, വൈറ്റ് അല്ല, സോറി, പച്ച കളർ, ഗ്രീൻ കളർ. ഇതേണ്ട പിയർ എന്താ ഇത് പ്ലം. ഇത് ഏത്? ഇത് പ്ലം. ഇത് പ്ലം ആട്ടോ. കുറേ മരമുണ്ട്, കുറേ ഉണ്ട് അവിടെ പ്ലം. അത് ഇതൊക്കെ കുറെ കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ല വലുതാവും. അന്നേരം നല്ലോണം പിടിക്കുമല്ലോടി. ബഗ്ഗാണോ? എന്ത് ലേഡി ബഗ് ആണോ അടി? എന്തിയെ കാണിച്ചേ? അതെ ലേഡി ബഗ്. ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. ലേഡി ബഗ്. എന്നടി ആമി എക്കോ കേൾക്കുന്നുണ്ടോ നിനക്ക്? ആരെയും പിടിച്ചോണ്ട് പോകും നിന്നെ ഒച്ചാക്കിയാല്. നീ എവിടുന്നാടി ഈ ആപ്പിളൊക്കെ പറിച്ച? എടി ആമി, എവിടുന്നാ നീ ആപ്പിള് പറിച്ച? ഭയങ്കര പുളിയാണോ? അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞങ്ങൾ രാവിലെ ഫാമിൽ പോയി, അത് കഴിഞ്ഞ് നമ്മൾ നേരെ എവിടെയായിരുന്നു, ടൗൺ ഗാർഡനിൽ പോയി. പിന്നെ വീട്ടിൽ വന്ന് ചായയും കുടിച്ച് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരം എണീച്ച് പാർക്കിൽ പോയി. അങ്ങനെ ഒരു വിശ്രമ ആനന്ദകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. അപ്പൊ ഞങ്ങളുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇത് അഭിലാഷ്, ഞാൻ മിന്നു, അത് ഞങ്ങളുടെ പുന്നാര മകൾ ആമി അല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരില്ല. 1000 പേര് അന്നും കാണുന്നുണ്ട്, 1000 പേര് ഇന്നും കാണുന്നുണ്ട്. ഒത്തിരി സന്തോഷം നമുക്കതിൽ.